ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു CGL മെയിൻസ് എഴുതുന്നവർക്കുള്ള ഇൻറ്റൻസ് മാത്സ് റിവിഷൻ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആദ്യത്തെ പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂഷൻ ക്ലാസ് ആണിത്. അപ്പോൾ ഞാൻ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയാറുള്ള പോലെ CGL CHSL ബേസിക് ആയിട്ട് മാത്സ് അറിയുന്നവർ ഫ്രം ദ വെരി ബിഗിനിങ് പഠിക്കുന്നവർ ഇത് കാണണം എന്നില്ല. നിങ്ങൾ ദയവ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ പ്ലേലിസ്റ്റ് സെക്ഷനിൽ ഞാൻ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 5 പാർട്സും പോയിട്ടുണ്ട്, എല്ലാം ലെങ്തി ആയിട്ട്. അത് പോയി കാണുക. ഇത് ഇച്ചിരി സ്പീഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ ഇൻഡെപ്ത് ആയിട്ടൊക്കെ പറയാതെ നമ്മൾ വളരെ സ്പീഡിൽ ചെയ്തു പോകുന്നതായിരിക്കും. കാരണം എക്സാം ഓറിയൻറ്റഡ് ആണ്. മെയിൻസ് എഴുതുന്ന കോൺഫിഡൻസ് ഉള്ളവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കും ആ സ്പീഡിൽ നമ്മൾ പോകുന്നത്. സോ നിങ്ങൾ ബേസിക് ആയിട്ടുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ആ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത് പോയി കണ്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഇത് മെയിൻസിന് ഫോക്കസ് ചെയ്തിട്ടുള്ളവർക്കാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ദ വാല്യൂ ഓഫ് 1 മൈനസ് ഇത് കാണുമ്പോൾ ഒരു പ്രശ്നം പോലെ തോന്നും, പക്ഷെ വളരെ എളുപ്പമാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? 1 മൈനസ് എ ബൈ, പിന്നെന്താ താഴെ ഡിനോമിനേറ്ററിൽ ഒരു ചെറിയ പരിപാടിയുണ്ട്, 1 മൈനസ് നെസ്റ്റിംഗ് പോലെ അല്ലേ. 1 ബൈ 1 പ്ലസ് എ ബൈ 1 മൈനസ് എ. ഇത് വലിയ പരിപാടിയൊന്നുമില്ല. ഇവിടുന്ന് ഓരോന്നായിട്ട് എടുത്തെടുത്ത് പോയാൽ മതി. ഇതേ ഇവിടെ ഉള്ളതിനെ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ ഉള്ളതിനെ എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? 1 മൈനസ് എ ഇപ്പുറത്ത് വരും, ഇവിടെ എ വരും, താഴെ 1 മൈനസ് എ വരും. അപ്പോൾ എന്താ 1 മൈനസ് എയും എയും ഉണ്ട്. മൈനസ് എയും എയും കൂടെ പോയിട്ട് 1 ബൈ 1 മൈനസ് എ എന്ന് വരും. ഇത് 1 ബൈ 1 മൈനസ് എ എന്നാവില്ലേ? അപ്പോൾ ഈ 1 മൈനസ് എ ചാടി മേളി വരില്ലേ? അപ്പോൾ ഇത് മൊത്തത്തിൽ എങ്ങനെയാവും? 1 മൈനസ് എ ബൈ 1 എന്നാവും. അതായത് എന്താ? ഇതായിട്ടോ പറയുന്നത് താഴെ. അതായത് എന്തായി? അയ്യോ, ഒരു മിനിറ്റ്. 1 മൈനസ് ഇത് ബ്രാക്കറ്റ് ആയിരുന്നു പ്രശ്നം. ഇങ്ങനെയാവും 1 മൈനസ് എ ബൈ 1 എന്നാവും. അപ്പോൾ എന്താ 1 മൈനസ് 1 പ്ലസ് എ ബൈ 1 ആയി. അതായത് എന്താ 1 പോയി എ ബൈ 1 അഥവാ എ എന്ന് വന്നു. ചുരുക്കം പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എന്തായി? എ തന്നെ വന്നു. അപ്പോൾ എന്താ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡിനോമിനേറ്റർ എ അല്ലേ. അപ്പോൾ എ ബൈ എ എന്ന് വെച്ചാൽ 1 മൈനസ് എ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെ ഈക്വൽ ടു 0. ഇത്രേ ഉള്ളൂ. ക്ഷമയോടെ ഇരുന്ന് ചെയ്താൽ കിട്ടും. 0 ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 0 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിൽ പോവാം. ഓക്കെ, ഇത് അടുത്ത നോക്കിക്കോ. അടുത്ത എന്താ? ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 3600. 3600ൻ്റെ എത്ര ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ, ഘടകങ്ങളായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ എന്താ പ്രൈം നമ്പേഴ്സിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ രണ്ട് 0 ഉള്ളതല്ല. അപ്പോൾ 36 നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. 36 കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? നമ്മൾ 2ൻ്റെ ഇതിലോട്ട് കൊണ്ടുവരണം അല്ലേ? ഓക്കെ, 2ൻ്റെ ഇതിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്താ 36 പകുതിയാക്കുമ്പോൾ 18. അപ്പോൾ 2 × 18. 18നെ ഇതാക്കിയാലോ 9. അപ്പോൾ 2 × 9. അപ്പോൾ തന്നെ നമുക്ക് എന്താ 2 × 9 അല്ല, 2 × 9 × 2. 36 പകുതി ആകുമ്പോൾ 2 × 18. 18 ആകുമ്പോൾ എന്താ 2 × 9 × 2. അതായത് 2 സ്ക്വയർ × 9 എന്താ 3 സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ പ്രൈം ആയില്ലേ? 2 സ്ക്വയർ × 3 സ്ക്വയർ എന്നായി. പിന്നെ എന്താ 100 ഉള്ളത്. 100ൻ്റെ ഇതുപോലെ എന്താ 2 × 50. അതായത് 2 × 25 × 2. അതായത് 2 × 2 സ്ക്വയർ × 5 സ്ക്വയർ. അതെ, അപ്പോൾ 2 സ്ക്വയർ × 5 സ്ക്വയർ മൊത്തം പ്രൈമായി. അപ്പോൾ എങ്ങനെ 2 സ്ക്വയർ ഇവിടെ എന്താ 2⁴ × 3 സ്ക്വയർ × 5 സ്ക്വയർ എന്നായി അല്ലേ? മൊത്തത്തിൽ 2⁴ × 3 സ്ക്വയർ × 5 സ്ക്വയർ എന്നായി. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് ഇതിൻ്റെ പവർ ഇല്ലേ, പവറിനോട് 1 കൂട്ടണം. ഇവിടെ എന്താ 2ൻ്റെ പവർ എന്താ 4. അപ്പോൾ എന്തായി 5. 3ൻ്റെ പവർ എന്താ 2. അപ്പോൾ എന്തായി 3. ഇവിടെ 5ൻ്റെ പവർ എന്താ 2. 1 കൂട്ടിയാൽ 3. അപ്പോൾ 5 × 3 15. 15 × 3 15നെ 3 പ്രാവശ്യം എന്താ 45 അല്ലേ? 45. ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്. ഏതാ? എ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 45. ഒന്നുമില്ല, പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 36 കൊണ്ടുവന്നു, 2നെ ഫസ്റ്റ് കൊണ്ടുവന്നു, 2 × 18 ആണ്. 18നെ പിന്നെ 2 ആക്കി, 9 × 2. അപ്പോൾ 2 സ്ക്വയർ × 3 സ്ക്വയർ ആയി. 2 × 50 അവിടെ ഇതുപോലെ 2 സ്ക്വയർ × 5 സ്ക്വയർ ആയി. മൊത്തത്തിൽ എന്തായി? മൊത്തത്തിൽ 2⁴ × 3⁻²× 5 സ്ക്വയർ ആയി. അപ്പോൾ പവേഴ്സിനോട് 1 കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ടു സർക്കിൾസ് ഡു നോട്ട് touch or intersect each other
ആൻഡ് വൺ ഡസ് നോട്ട് ലൈ ഇൻസൈഡ് ദി അതർ ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് കോമൺ ടാൻജൻസ്. രണ്ട് സർക്കിളുണ്ട്, ടച്ചും ചെയ്യുന്നില്ല, അതായത് ടച്ച് എന്ന് പറഞ്ഞത് ഇങ്ങനെ ടച്ചും ചെയ്യുന്നില്ല, ഇൻ്റർസെക്റ്റും ചെയ്യുന്നില്ല, എന്തും ചെയ്യുന്നില്ല, ആൻഡ് ഡസ് നോട്ട് ലൈ ഇൻസൈഡ് ദി അതർ, ഇങ്ങനെയും അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ? ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും അല്ലേ? ഇക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയെന്ന് പറഞ്ഞ പോലെ ഒരാൾ അവിടെയും ഒരാൾ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവരെ കണക്ട് ചെയ്യിക്കാനായിട്ട് ടാൻജൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരാൾ അവിടെയും ഒരാൾ ഇവിടെയും. അങ്ങനെയാണെങ്കിൽ എന്താണ്? ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് കോമൺ ടാൻജൻസ്. എന്താ? ഇൻവേഴ്സ് ടാൻജൻറ്റ് 2 എണ്ണം ഇങ്ങനെ അല്ലേ? അത് നോക്കണ്ട. പിന്നെന്താ? ഇങ്ങനെ 2 എണ്ണം. അപ്പോൾ എന്തായി? മൊത്തം 1 2 3 4 കോമൺ ടാൻജൻറ്റ് ഉണ്ടാവുക. 4. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ പല പല കേസ് ഉണ്ടല്ലോ ഇതിനകത്ത്. ഇപ്പോൾ 4 ഉണ്ട്. ഇപ്പോൾ ടച്ച് ചെയ്യാന്ന് വിചാരിക്കുക. എങ്ങനെ? ഇപ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിലാണെങ്കിലോ, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര കോമൺ ടാൻജൻറ്റ്? 1 2 3. ഇൻസൈഡ് അകത്താണ് ടച്ച് ചെയ്യുന്നതെങ്കിലോ, അകത്താണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ 1 വരൂ അല്ലേ? പിന്നെന്താ? ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോലെ ആണെങ്കിലോ, ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 വരൂ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളാണ്. 4 ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോർഡിനേറ്റ് ജോമെട്രി എന്നാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ ദ പോയിന്റ് 2 1 മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ലൈൻ y ഈസ് ഈക്വൽ ടു √3x. ഈ ക്വസ്റ്റ്യനിൽ √3x എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ശരിക്കും y ഈക്വൽ ടു √3x എന്നാണ് കേട്ടോ, മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാം. ഈ y ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം, mx പ്ലസ് c എന്നുള്ള രീതിയിൽ വരുന്നത് എന്താ? സ്ലോപ്പാണല്ലേ? സ്ലോപ്പ്. ആ ലൈൻ നേർരേഖയായിട്ടുണ്ടാക്കുന്ന ചെരിവാണ്, എക്സുമായിട്ട് ഉണ്ടാക്കുന്ന ചെരിവാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഈ ലൈനിന് ചെരിവെന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു √3x. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? m. ആ m എന്താ? √3. m എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് ടാൻ തീറ്റ അല്ലേ? ടാൻ തീറ്റ ഈക്വൽ ടു √3. ടാൻ തീറ്റ √3 ആണെങ്കിൽ തീറ്റ എന്താ? 60 അല്ലേ? 60 ആണ്. ടാൻ തീറ്റ √3 ആണെങ്കിൽ തീറ്റ 60 ആണ്. അതായത് എക്സുമായിട്ട്, സ്ട്രെയിറ്റ് ലൈനുമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ലൈൻ y ഈസ് ഈക്വൽ ടു √3x ഉണ്ടാക്കുന്ന, y ഈസ് ഈക്വൽ ടു √3x, അതവിടെ എഴുതണ്ട, കാരണം നമ്മൾ ഉത്തരം എഴുതി വരുമ്പോൾ പോവും. അപ്പോൾ ഈ എക്സുമായിട്ട് ഈ y ഈസ് ഈക്വൽ ടു √3x ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഇപ്പോൾ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ ദ പോയിന്റ് 2 1 മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ലൈൻ y ഈസ് ഈക്വൽ ടു √3x. അപ്പോൾ ഇതുമായിട്ട് ഇനി 30 ഡിഗ്രി ഒരു ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു ലൈൻ. അതെന്താ? 30 ഡിഗ്രി. അപ്പോൾ 60 30 എന്താ? 90. അപ്പോൾ ഇത് എക്സിന് പെർപെൻഡിക്കുലർ അല്ലേ? എക്സിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? വൈക്ക് പാരലാണ്, വൈ ആക്സിസിന് പാരലാണ് ഈ ലൈൻ അല്ലേ? വൈ ആക്സിസിന് പാരലാണെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? വൈ ആക്സിസിന് പാരലാണെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? എക്സ് ഇസ് ഈക്വൽ ടു എ എന്നല്ലേ വരുള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് വരും. ഇവിടെ ഓപ്ഷൻ സി നോക്ക്. എക്സ് ഇസ് ഈക്വൽ ടു എ എന്നുള്ള രൂപത്തിൽ ഏതാ ഉള്ള? ഓപ്ഷൻ എ. എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് അത് മാത്രമേ ഉള്ളൂ. വൈ ഇസ് ഈക്വൽ ടു 1 അതെടുക്കാൻ പറ്റില്ല, കാരണം വൈക്ക് പാരല. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ളതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് കറക്റ്റ്. ഇനിയിപ്പോൾ ഇൻ കേസ് അവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു എന്തെങ്കിലും -3 എന്നോ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നോ ഒക്കെ തന്നിരിക്കട്ടെ വേറൊരു ഓപ്ഷനായിട്ട്. എന്നാലും നമ്മൾ നോക്കുമ്പോൾ എന്താ ചോദ്യത്തിൽ നോക്കിയേ, ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് 2 1. ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലേ 2 1 പോകുന്നുണ്ട്. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2. അതാണ് ഉത്തരം. ഏതാ? ഓപ്ഷൻ എ, എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് ഉത്തരം. നിങ്ങളിങ്ങനെ കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ട് അതിനെ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിന് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദ്യം മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ നിന്നാണ്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തോളൂ, കാരണം അവർക്ക് യൂസ് ആവും. അപ്പോൾ ചോദ്യം എന്താ? ഈ പറഞ്ഞിരിക്കുന്നത് എ ജാർ കണ്ടെയ്ൻസ് എ മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഹാവിങ് 50% വാട്ടർ. 50% വാട്ടറും 50% മിൽക്ക്, പകുതി വാട്ടറും മിൽക്കുള്ള ഒരു ജാറുണ്ട്. എ പാർട്ട് ഓഫ് ദിസ് മിക്സ്ചർ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ മിക്സ്ചർ ഹാവിങ് 29% വാട്ടർ. അറിയാലോ, റീപ്ലേസ് എന്ന് പറയുമ്പോൾ
വരുന്നത്രയും പോവും, ഈക്വൽ ആണ് അല്ലേ. റീപ്ലേസ് എന്ന് പറഞ്ഞ വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ ദ ജാർ ആഫ്റ്റർ റീപ്ലേസ്മെന്റ് ഈസ് 36%. ഇങ്ങനെ ഇത് എടുത്ത് മാറ്റിയിട്ട് തിരിച്ചു വെച്ചപ്പോഴത്തേക്കും 50% ഉണ്ടായിരുന്ന വാട്ടർ എന്തായി, 36% ആയി. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഒറിജിനൽ മിക്സ്ചർ വാസ് റീപ്ലേസ്ഡ്. അപ്പോൾ മനസ്സിലായല്ലോ, വാട്ടറിൻ്റെ പെർസെൻറ്റേജ് എന്താ, 50% ആദ്യം വാട്ടറിൻ്റെ പെർസെൻറ്റേജ് അല്ലേ. പിന്നെ എന്താ, മിക്സ്ചറിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്തതിനകത്ത് 29% വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആവുമല്ലേ, രണ്ടും കൂടെ മിക്സ് ആയപ്പോൾ എന്ത് വന്നു, 36% വാട്ടർ വന്നു. ഇതാ ഈ ഫിഗർ വന്നാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ്റെ കോൺസെപ്റ്റാണ് വരുന്നത്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ, ആദ്യത്തേൽ 50% വെള്ളമേ ഉള്ളൂ. ഒരു സൊല്യൂഷനിൽ നിന്ന് എടുത്തു മാറ്റിയാലും എത്ര ശതമാനമാണോ അല്ലെങ്കിൽ എത്ര റേഷ്യോ ആണോ ഉള്ളത് അതുപോലെ നിലനിൽക്കുന്നു പറഞ്ഞില്ലേ. എടുത്തു മാറ്റിയപ്പോൾ എന്താ, വാട്ടർ ആദ്യം 50% ഉള്ളത് എന്താ, പിന്നെ 50% തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 50% അവിടെ ഉണ്ട്. അതിലോട്ട് എന്താ 29% വെള്ളമുള്ള വേറൊരെണ്ണം വരും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ട് 36% ആയി. അപ്പോൾ അലിഗേഷൻ്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം. എങ്ങനെയാ, 36 50 പോയാൽ 14 അല്ലേ, 14. ഇവിടെ 50 36 പോയാൽ 14. ഇവിടെ ആണെങ്കിലോ 36 29 പോകുമ്പോഴോ ഇങ്ങനെ പോകണം ഞാൻ പറഞ്ഞിട്ടില്ലേ, 50 36 പോയി 36 29 പോകുമ്പോഴോ 7:14. അല്ലെങ്കിൽ എന്താ 1:2 എന്ന് എഴുതാം. അപ്പോൾ 1:2 ഇതെന്തിൻ്റെയാണ് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ, അലിഗേഷന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ടോട്ടലിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഒറിജിനൽ മിക്സ്ചർ വാസ് റീപ്ലേസ്ഡ്. അതായത് നമ്മൾ എടുത്ത് മാറ്റിയില്ലേ, ആ എടുത്ത് മാറ്റിയത് ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ്. ഇതെന്താ ഒറിജിനലിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലേ, ആണല്ലോ. അപ്പോൾ ടോട്ടൽ എന്താ ഇതിനകത്ത് വരുന്നത്, 1ഉം 2ഉം കൂടെ എന്താ 3 അല്ലേ, 3. അപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ 3 വരും. അപ്പം തന്നെ വേണം ഓപ്ഷനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ, ഡിനോമിനേറ്ററിൽ 3 ആയിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, D 2/3. പക്ഷെ അങ്ങനെ പോയി ടിക്ക് ചെയ്യരുത്, ഇതിൻ്റെ കാരണം പഠിക്കണം. എന്താ 1ഉം 2ഉം ടോട്ടൽ 3. ടോട്ടലിൻ്റെ എത്ര ഫ്രാക്ഷനാണ് മാറിയത്, 2 അല്ലേ. എന്തിൻ്റെ സൈഡ്, ഇതല്ലേ റീപ്ലേസ് ചെയ്ത സൈഡ്, ആ റീപ്ലേസ് ചെയ്ത സൈഡിൽ എന്താ 2 അല്ലേ. അപ്പോൾ 2/3. ഓപ്ഷൻ D ആണ് ഉത്തരം. ഓക്കെ, എനിക്കറിയാം മിക്സ്ചർ ആൻഡ് അലിഗേഷൻ നന്നായിട്ട് പഠിച്ചവർക്ക് ഈ കാര്യം കത്തും. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാനിത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മീൻസ് നമ്മുടെ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിൽ പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, പെർസെൻറ്റേജസിൽ നിന്നാണ്. ഇൻ ആൻ എക്സാമിനേഷൻ 45% സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ഹിസ്റ്ററി ആൻഡ് 60% സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ഹിന്ദി. ഹിന്ദിയുടെയും കാര്യം ഇവിടെ ഉള്ളൂ കേട്ടോ. ഹിസ്റ്ററിയും ഹിന്ദിയുമാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്, ഹിസ്സും ഹിന്നും. ഓക്കെ, if 8% students failed in both the subjects, then what percentage students passed in both the subjects? രണ്ടിലും കൂടെ പാസ്സായ ആൾക്കാർ എത്രയാണ് ചോദിക്കുന്നത്. സിമ്പിളാണ്. കാരണം എന്താ അറിയോ, മൊത്തം 100 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, 8% ഫെയിലായി. 8% ഫെയിലായി എന്ന് പറഞ്ഞാൽ എത്ര, ജയിച്ചത് എത്രയാ, 92% അല്ലേ. 92% ജയിച്ചു. ആ 92%നെ നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്യാം. ഹിസ്റ്ററിയിൽ ജയിച്ചവരുതാ ഇങ്ങനെ, ഇവിടെ ഹിന്ദിയിൽ ജയിച്ചവരുതാ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് ഹിസ്റ്ററിയിൽ മൊത്തം ജയിച്ചവർ എത്രയാ, 45%. ഇത് ഹിന്ദിയിൽ മൊത്തം ജയിച്ചവർ എത്രയാ, 60% അല്ലേ. ഇതെന്താ, രണ്ടും കൂടെ ജയിച്ചവർ. അതെല്ലോടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് എന്ന് എടുക്കുക. അപ്പം എന്താ, ഇതെന്താ ജയിച്ചവരുടെ മാത്രമാണ്. എല്ലാം കൂടെ ജയിച്ചവർ എത്രയാ, 92%. 92% ആണ് എല്ലാം കൂടെ ജയിച്ചത്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇതില്ലാത്ത 45 അല്ല, 45 മൈനസ് എക്സ് പ്ലസ് 60 മൈനസ് എക്സ് 92. ഇതിങ്ങനെ കൈവച്ച് മറച്ചു പിടിച്ച കാര്യം. അപ്പോൾ നമുക്കത് എഴുതാമല്ലോ. എന്താ, 45 മൈനസ് എക്സ് പ്ലസ് നടുവിലുള്ളത് പ്ലസ് എക്സ് പ്ലസ് 60 മൈനസ് എക്സ്. 16 എക്സ് പോലെ ഈ ഭാഗം മനസ്സിലായില്ലേ, ഈ ഭാഗം പ്ലസ് ഈ ഭാഗം പ്ലസ് ഈ ഭാഗം എന്താ, എല്ലാം കൂടെ എന്താ 92. അപ്പം എന്തായി, എക്സും പോയി. അതായത് 45 60 105 മൈനസ് എക്സ് ഈക്വൾ ടു 92. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 105 മൈനസ് 92 വരും. ചെയ്യാതെ തന്നെ പെട്ടെന്ന് പറ, കാരണം അല്ലേ 45 60 നമ്മുടെ 105 മൈനസ് എക്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്താ, 105 92 പോകണം എക്സ് വരാൻ. അപ്പോൾ എക്സ് എന്ത് വരും, 105 92 പോയാൽ എന്താ, 8 5 13. എക്സ് ഇസ് ഈക്വൾ ടു 13. എക്സ് എന്താ നമ്മൾ എടുത്തത്, രണ്ടും കൂടെ ജയിച്ചവരുടെ ശതമാനം എന്താ, 13. ഓപ്ഷൻസിലുണ്ടോ, ഓപ്ഷൻ സി 13% ഉത്തരം. രണ്ടും ജയിച്ചവർ 13%. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പിക്ചറൈസ് ചെയ്തത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നു. ഓക്കെ,
അപ്പോൾ അടുത്ത ചോദ്യം ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 36 ആൻഡ് ദർ HCF ആൻഡ് LCM ആർ 3 and 105 റെസ്പെക്റ്റീവ്ലി. ദ സം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പറുണ്ട്, എക്സ് എന്നും വൈ എന്നും എടുക്കാം. അതിൻ്റെ സം എന്താ? 36. ഓക്കെ. ആൻഡ് ദർ HCF ആൻഡ് LCM ആർ 3 and 105 റെസ്പെക്റ്റീവ്ലി. നമുക്കറിയാം, നിങ്ങൾ 10ാം ക്ലാസ്സിലെ ബുക്ക് കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, NCERT കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് നമ്പർ തന്നിട്ട് അതിൻ്റെ HCFും LCMും തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും HCFിൻ്റെ LCMിൻ്റെയും പ്രൊഡക്റ്റ്. അപ്പോൾ എന്താ HCF എന്താ ഇവിടെ? 3 × 105 ആണെന്ത്? XY അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ദ സം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ടു നമ്പേഴ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്രോക്കലിൻ്റെ സം 1/xൻ്റെയും 1/yയുടെയും സം. അതെങ്ങനെ വരും? എന്താ? y + x. y + x ക്രോസ് ചെയ്യുമ്പോൾ /xy. അപ്പോൾ y + x എന്താ? 36 ഉണ്ട്. XY എന്താ? HCFിൻ്റെ LCMിൻ്റെയും പ്രൊഡക്റ്റ് 3 × 105. ഇത് വെട്ടുമ്പോൾ എങ്ങനെയാണ്? 12 അല്ലേ? 12 വരും. എങ്ങനെ വരും? 4 കൊണ്ടാണോ? 3 കൊണ്ട് വെട്ടാം അല്ലേ? 12നെ 3 കൊണ്ട് വെട്ടുമ്പോൾ 4, 105നെ 3 കൊണ്ട് വെട്ടുമ്പോൾ എനിക്ക് 35 അല്ലേ? 70 35 ഇത് 35. അപ്പോൾ എന്തായി? 4/35. 4/35 എന്താ ഓപ്ഷൻ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് 4/35. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സിമ്പിളാണല്ലോ. നിങ്ങൾ HCFിൻ്റെ LCMിൻ്റെയും പ്രൊഡക്റ്റ് തന്നെയാണ് രണ്ട് നമ്പറുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് അറിയണമെങ്കിൽ NCERT പഠിക്കണം. നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, നമുക്കിപ്പോൾ ഒരുപാട് സീരീസുകൾ സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഓടുന്നുണ്ടോ, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ NCERT സീരീസും തുടങ്ങും. NCERTയുടെ എല്ലാ എക്സ്പ്ലെയിനറും. അത് 7ാം ക്ലാസ് തൊട്ട് 12th വരെയുള്ള NCERT. എനിക്കറിയാം 12th വരെ CGLന് ആവശ്യമില്ല, പക്ഷേ ജസ്റ്റ് നമ്മളൊരു എനിക്കിഷ്ടമാണ് 12th വരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ 12th വരെയുള്ള നമുക്ക് മാത്സ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കോൺസെപ്റ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ഈ കോൺസെപ്റ്റൊക്കെ തലയിലിരുന്നോളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ടയർ 1 എഴുതിയവർ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഒന്നുമില്ല, ഇതാണ്. A, B and C did certain investments. A, B, C ഇങ്ങനെ 3 ആൾക്കാരുണ്ട്. ഇവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ കാലയളവിൻ്റെ റേഷ്യോ ആണ് എന്താണ്? ആൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ടൈം പീരിയഡ്സ് ഈസ് 3:2:7. 3:2:7. ഇതെന്താ? പീരിയഡ് ആണല്ലേ? പീരിയഡാണ്. റേഷ്യോ ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് A, B and C ഈസ് 4:3:14. ഓക്കെ. ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രോഫിറ്റ്സ്, ഇവരുടെ പ്രോഫിറ്റ് ഇവർക്ക് കിട്ടിയത് എന്താ? 4:3:14. 4:3:14 എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ്? ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് എന്താണെന്നുള്ളത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം. ആ ഒരു എഫക്റ്റിലല്ലേ എന്ത് കിടക്കുന്ന? പ്രോഫിറ്റ് കിടക്കുന്നത്. കാരണം എന്താ? ഇൻവെസ്റ്റ്മെൻറ്റിനും ടൈമിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലേ പ്രോഫിറ്റ്. ഇപ്പം ഞാനൊരു തുക ഇടുന്നു, അത് അത്രയും കാലം പോകുന്നതിനനുസരിച്ചല്ലേ അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ട്. അതായത് ഇത് പ്രോഫിറ്റ്, ഇത് ടൈം. അപ്പോൾ ഈ ABC മായ്ക്കട്ടെ. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം പീരീഡ് വരുമ്പോഴാണ് ഇൻറ്റു എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രാക്ഷൻ അല്ല, നേരെ അല്ല ഇൻറ്റു ചെയ്യുന്നത്. അതിൻ്റെ അടിയിലൊരു ഡിനോമിനേറ്റർ കൂടെ ഉണ്ടാവും, അറിയാമല്ലോ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനത് നമുക്ക് ആദ്യം ഇതിൻ്റെ മാത്രം കേസ് എടുക്കാം. അതിൻ്റെ ട്രിക്ക് ഇതാ, എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം എന്താ? ഇത് റേഷ്യോസ് അല്ലേ? റേഷ്യോസ് തമ്മിൽ അടിയിലൊരു സാധനമുള്ളതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4 × 2 8, 3 × 3 9, 8:9 സംതിങ് വരും. ഓപ്ഷൻസിൽ നോക്കിയേ, 8:9:12 ഉണ്ട്. 12 വരുന്നത് എവിടെ വരുന്നത്? ഓപ്ഷൻ സി ആണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളത്. പെട്ടെന്ന് ചെയ്യാനുള്ള പരിപാടി ഇതാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു പീരീഡ് ആണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റിൻ്റെയും പീരീഡിൻ്റെ എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ ലൈൻ വരും. ഓക്കെ. അപ്പോൾ ഈ ചോദ്യം വളരെ സിമ്പിളാണ്.
The average of 4 numbers given in a particular order is 48. The average of the first 3 numbers is 42, while the last 3 numbers is 50. Average. What is the average of the first and last number? അപ്പോൾ ആദ്യത്തെ 4 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 48. അതായത് ഇതേ പ്ലസ് ഇത് ബൈ 4 48. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്താ? 48 × 4 എന്ന് പറയുമ്പോൾ 2 ഇത് 4 4 16 192 വരും അല്ലേ? മൊത്തം ടോട്ടൽ 192 വരും ആണല്ലോ. പിന്നെ പറഞ്ഞു എന്താ? ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 3 നമ്പർ. ആദ്യത്തെ ഈ 3 നമ്പറിൻ്റെ ആവറേജ് എന്താ? 42. അതായത് അതിൻ്റെ ടോട്ടൽ എന്താ? 42 × 3 126 വരും. 126 വരും. ഇത്രേൻ്റെ ടോട്ടൽ 126, ഇതിൻ്റെ മൊത്തം ടോട്ടൽ 192 ആണെങ്കിൽ ഇതെന്താ? എളുപ്പമല്ലേ? 192 നിന്ന് 126 പോയാൽ മതി. എത്ര? 192 നിന്ന് 126 പോകുമ്പോൾ ഇവിടെ എത്ര വരും? 66 വരും. അപ്പോൾ അവസാനത്തെ നമ്പർ 66 കിട്ടി. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ആവറേജ് ഓഫ് ദ ആവറേജ് ഓഫ് ദ ലാസ്റ്റ് 3 നമ്പർ. ഇപ്പോൾ ഇത്രയല്ലേ? അത് മറന്നേക്കുക. ആദ്യത്തെ 3 നമ്പറിൻ്റെ കാര്യം അങ്ങനെ അങ്ങ് മറന്നേക്കുക. അവസാനത്തെ 3 നമ്പറിൻ്റെ ആവറേജ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? 50. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്താ? 150. അപ്പോൾ ഇത്രയും 150. ഇത്രയും. അപ്പോൾ ഇതെന്താ? 192 നിന്ന് 150 കളഞ്ഞാൽ പോരെ? അപ്പോൾ എത്ര വരും? 42 വരും. ഇത് 42. അപ്പോൾ ഫസ്റ്റ് നമ്പർ 42, അവസാനത്തെ നമ്പർ 66. ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ? 42 66 എന്താ? 108/2 എത്ര വരും? 54. 54 ഉണ്ടോ? അയ്യോ, ഓപ്ഷൻ എടുക്കാം. 54 ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നില്ല. 54 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യനിൽ 54. അല്ലല്ല, ഇവിടെ ഉണ്ട് 54 ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ദ കോമ്പൗണ്ട് റേഷ്യോ ഓഫ് 3:4 ആൻഡ് 6:7 ഈസ് 36:x. ഫൈൻഡ് എക്സ്. അപ്പോൾ 3:4 ഉണ്ട്, 6:7 ഉണ്ട്. അതിൻ്റെ കോമ്പൗണ്ട് റേഷ്യോ 36:x ഉണ്ട്. അങ്ങനെയാണ് എക്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മളിതിനെ A:B, C:D എന്നെടുത്തു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെ അറിവ് വരുന്നത്? A/B, അതായത് ഇത് 3/4 ഇൻറ്റു C/D ഈക്വൽ ടു എന്താ? AC/BD എന്ന് വരുമല്ലോ. അതാണ് ഈ കോമ്പൗണ്ട് റേഷ്യോ, അതായത് 36/x. മനസ്സിലായി? അതായത് എ എന്താ? 3 × 4 ഇത് അയ്യോ 3 × 6 അല്ലേ? ബൈ 4 × 7 നല്ല 3/4 × 6/7 വരുള്ളൂ. ഈക്വൽ ടു 36/x. അപ്പോൾ എക്സ് എന്ത് വരും? മേളിലോട്ട് പോകുന്ന എന്താ? ഇത് 4 × 7 മേളിലോട്ട് പോകും. 3 × 6 താഴെ വരും. എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ. അപ്പോൾ 3 × 6 36 തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. എന്താ? 6 2. അപ്പോൾ മേളിൽ എന്താവും? എക്സ് ഇസ് ഈക്വൽ ടു 4 × 7 × 2 എന്ന് വെച്ചാൽ എന്താ? 4 × 7 28 × 2 50 അല്ലേ? 28 × 2 56 അല്ലേ? 56. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി 56 ആണ് ഉത്തരം. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഹൂസ് സെൻറ്റർ ഈസ് 3,5 ആൻഡ് ദ റേഡിയസ് ഈസ് 4 യൂണിറ്റ്സ്. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ജനറലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ട് എന്താ? നമുക്ക് എക്സ് വൈ എന്നൊരു അല്ലെങ്കിൽ സെൻറ്റർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 എന്നൊക്കെ ആണെങ്കിൽ ആ സർക്കിളിൻ്റെ എക്സ് വൈ എന്നെടുത്താൽ ശരിയാവില്ല. എക്സും വൈ പറയണ്ടേ? എ ബി എന്നൊരു സെൻറ്റർ ഉണ്ട് ഒരു സർക്കിളിന്. 6 അതിൻ്റെ റേഡിയസ് ആണെങ്കിൽ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താ? എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആയിട്ടോ. അപ്പോൾ ഇവിടെ എക്സ് എ ബി എന്താ? 3ഉം 5ഉം 6 4 ആണ്. അപ്പോൾ 6 16 വരും. 6 എന്തായാലും 16 വരും. അപ്പോൾ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്താ? എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. 0 ആക്കി ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാം. എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ
എ സ്ക്വയർ മൈനസ് 2ab എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 16. ഈ 9 25 കൂടെ എന്താ നമ്മുടെ 34 വരും. 16 ഇപ്പോൾ പുറത്തോട്ട് വരുമ്പോൾ 34 16 പോകുമ്പോൾ 18 ആവും, പ്ലസ് 18 ആവും അവിടെ 0 ആയിട്ട്. അപ്പോൾ 9ഉം 25ൻ്റെയും 16ൻ്റെയും കാര്യം മാറ്റിയിട്ട് ഇവിടെ പ്ലസ് 18 ആക്കിയാൽ മതി. ഓൾറെഡി ബാക്കി എഴുതിയാൽ മതി. ബാക്കി എന്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 10y പ്ലസ് 18 ഈക്വൽ ടു 0. ഇതേത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ ഏതാ വരുന്നത്? ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 10y പ്ലസ് 18 ഈക്വൽ ടു 0. ഓപ്ഷൻ എ ആട്ടോ. ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതാണ് ഉത്തരം. അപ്പോൾ ഈ ജനറൽ ആയിട്ടുള്ള ഫോം നിങ്ങൾ പഠിച്ചു വെക്കുക. സർക്കിളിൻ്റെ ഇത് കുറേ പേർക്ക് അറിയായിരിക്കും. ഞാൻ എന്തായാലും ഷോർട്ടായിട്ട് അല്ലേ ഫോർമുല റിവിഷൻ സീരീസിൻ്റെ. അപ്പോൾ അതും കൂടെ ഇരിക്കട്ടെ.